തൊടുപുഴയിൽ നിന്നും പെരിങ്ങാശ്ശേരി, അമയപ്ര, ചെപ്പുകുളം, മലയിഞ്ചി തുടങ്ങിയ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന കാഞ്ഞിരത്തിങ്കൽ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ASK അയാൻ തുടങ്ങിയ 7 ബസ്സുകളുടെ 3 ദിവസത്തെ കളക്ഷൻ മുഴുവനുമാണ് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. മാക്സിമം കളക്ഷൻ ഈ വരുന്ന 3 ദിവസങ്ങളിലെ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലെ മാക്സിമം കളക്ഷൻ ഞങ്ങൾ അവിടുത്തെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് വേണ്ടിയിട്ട് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇവർ ആദ്യമായല്ല സമൂഹത്തിന് കൈത്താങ്ങാവുന്നത്. കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോഴും DYFI മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരിക്കുന്നതിനായി റീസൈക്കിൾ കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചപ്പോഴും ഇത്തരത്തിൽ ഫണ്ട് ശേഖരിച്ച് പണം എത്തിച്ചവരാണ് ഈ ഗ്രൂപ്പ്. അതോടൊപ്പം കോവിഡ് മഹാമാരിയുടെ കാലത്ത് ടെസ്റ്റിനും ചികിത്സയ്ക്കും രോഗികളെ എത്തിക്കുന്നതിനായി 5 ബസ്സുകളാണ് നാളുകളോളം DYFIക്ക് സ്നേഹയാത്ര ഒരുക്കുന്നതിനായി വിട്ടുനൽകിയത്. ഈ ബസ്സിലെ തൊഴിലാളികളും കൂലി വേണ്ടെന്ന് വെച്ചാണ് 3 ദിവസവും ഈ മാതൃകയ്ക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്നത്. ഞങ്ങൾ 3 ദിവസത്തെ ശമ്പളം കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് വിനിയോഗിക്കുകയാണ്. അതുപ്രകാരം ഞങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് അവിടെ എത്തിക്കാനാണ് നമ്മുടെ ശ്രമം. ബസ് നിരക്കിനേക്കാൾ ഉയർന്ന തുക ഇവർ നീട്ടുന്ന ബക്കറ്റിലേക്കിട്ടാണ് യാത്രക്കാരും തങ്ങളാൽ ആകും വിധം ഈ ഉദ്യമത്തോട് സഹകരിക്കുന്നത്. ഒരിക്കൽ കൂടി സഹജീവികൾക്ക് താങ്ങാവുന്നതിൻ്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ബസ്സിലെ ഉടമകളും അതിലെ തൊഴിലാളികളും. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.